നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെ കുഞ്ഞിന് താൻ ഇടാൻ വെച്ചിരിക്കുന്ന പേര് പോലെ നല്ലൊരു പേര്. ദേ, നെല്ലിശ്ശേരിയിലെ ആദ്യത്തെ കുഞ്ഞ്. പേര് ഗംഭീരമാവണം. ഞാൻ ആ വീട്ടിൽ ഇല്ലാതിരിക്കുന്നതാ അവൾക്ക് സന്തോഷം. ഞാൻ എന്തുകൊണ്ടാണ് അവന്തിയോട് ക്ഷമിച്ചതെന്നും ഇപ്പോഴും അവളെ നെല്ലിശ്ശേരി തന്നെ നിർത്തിയിരിക്കുന്നതെന്നും സന്ധ്യയ്ക്കും അർച്ചനയ്ക്കും സംശയം കാണുമെന്ന് എനിക്കറിയാം. പലപ്പോഴും ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണത്. അതിനുള്ള ഉത്തരം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ഞാനും അവന്തികയുമായി ഒരു കാലത്തും ഒരു ഭാര്യാഭർത്തൃ ബന്ധം ഉണ്ടാവത്തില്ല. ഏതൊരു മാനസികാവസ്ഥയിലും അവളെ ഞാൻ അംഗീകരിക്കില്ല. പറഞ്ഞാൽ എത്രത്തോളം സന്ധ്യയ്ക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അവന്തികയെക്കാളും ഞാനിപ്പോൾ വിലമതിക്കുന്നത് സന്ധ്യയാണ്. അവളെക്കാളും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നതും തന്നെയാണ്. കാരണം ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ല ഓർമ്മകൾ അവന്തിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഒരു സ്ത്രീയെയും ഞാനിങ്ങനെ വെറുത്തിട്ടുമില്ല. ഏതൊരു പുരുഷന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അയാളുടെ അമ്മയായിരിക്കും, അത് കഴിഞ്ഞ് ഭാര്യ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മ കഴിഞ്ഞാൽ എനിക്ക് മറ്റാരും ഇല്ലായിരുന്നു, സന്ധ്യയെ പരിചയപ്പെടുന്നത് വരെ. ഇത് വെറുമൊരു 16-കാരൻ്റെ വാക്കല്ല. വലിയ വലിയ സ്വപ്നങ്ങളുമായി കുടുംബജീവിതത്തിലേക്ക് നടന്നു കയറിയിട്ട് പരാജയപ്പെട്ടു പോയ രണ്ടുപേരുടെ ആത്മബന്ധത്തെക്കുറിച്ചുള്ള വാക്കുകളാണ്. പരസ്പരം താങ്ങും തണലും ആയി നിൽക്കുമെന്നുറപ്പുള്ള രണ്ടുപേരാണ് നമ്മൾ. അത് മനസ്സിലായിട്ടും പിന്നെയും വൈകുന്നതുകൊണ്ട് പരസ്പരമുള്ള നല്ല നിമിഷങ്ങൾ നഷ്ടപ്പെടുമെന്നല്ലാതെ മറ്റൊരു ഗുണവും അതിൽ നിന്നുണ്ടാവാൻ പോകുന്നില്ല. ഒരു ഉറപ്പ് മാത്രം ഞാൻ തരാം. ഇഷ്ടപ്പെട്ട ആളെ കൈപിടിച്ച് ഞാൻ ജീവിതത്തിലേക്ക് കയറ്റുമ്പോൾ താലിയുടെ അവകാശവും പറഞ്ഞ് നെല്ലിശ്ശേരിയിൽ അവന്തി ഉണ്ടാവില്ല. നഷ്ടപ്പെട്ടതിന് പകരാവില്ലെങ്കിലും ആ കുറവ് നികത്താൻ ഞാൻ ശ്രമിക്കും. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാം. എടോ, താനതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ആലോചിക്കണ്ട. അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അവർ തന്നെ പേരിട്ടോളും. അവര് തന്നെ ഇട്ടോട്ടെ. എന്നാലും നമുക്കൊരെണ്ണം കണ്ടുവെക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. കുഞ്ഞ് മോളായിരിക്കും എന്ന് അമ്മയും മേരെടുത്തൊക്കെ പറയുന്നത്. അപ്പോ മോക്കിടാൻ പറ്റിയ പേര് വേണം കണ്ടെത്താൻ. എടോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. താൻ വലിയ കാര്യത്തിന് എന്തേലും ഒരു പേരും കണ്ടുവച്ചിട്ട് അവരുടെ മനസ്സിൽ ഇനി വേറെന്തെങ്കിലും ആണെങ്കിൽ തനിക്കത് വിഷമാവില്ലേ? അതാ ഞാൻ പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. അവർക്കും കൂടി ഇഷ്ടാവുന്ന നല്ലൊരു പേര് കണ്ടുവച്ചാൽ മതി. അല്ല, അങ്ങനെ നല്ലൊരു പേര് കണ്ടുപിടിച്ചിട്ട് ആ പേര് ആ കുഞ്ഞിനിട്ടാൽ നമ്മുടെ കുഞ്ഞിന് പേരിടാൻ എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞിന് ഞാൻ വേറെ പേര് കണ്ടുവച്ചിട്ടുണ്ട്.
അതുപോലൊരു പേരാ ഈ കുഞ്ഞിനെ ഞാൻ ആലോചിക്കുന്നത്. അത് ശരി. നമ്മുടെ കുഞ്ഞിന് താൻ എന്ത് പേരാ കണ്ടുവച്ചിരിക്കുന്നത്? അതിപ്പോ പറയില്ല, ആ അത് ഞാൻ പിന്നെ പറയാം. ശരി, ആയിക്കോട്ടെ. ഇങ്ങനെ പേര് കണ്ടുപിടിച്ച് കാത്തിരുത്താൻ മാത്രം മതിയോ? ട്രീറ്റ്മെന്റിന്റെ കാര്യം ആലോചിക്കണ്ടേ? ആലോചിക്കണം. ഉടനെ തുടങ്ങാൻ വേണം. സന്ധ്യ ഡോക്ടർ ഒന്ന് റിക്കവറായി വരേണ്ട താമസം. നമുക്ക് പോവാം. സത്യം പറഞ്ഞ കാത്തിരുന്ന് നമ്മളായിരുന്നു നീട്ടിക്കൊണ്ടു പോകുന്നേ. എടോ, ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയൊന്നുമല്ലടോ. അതുകൊണ്ട് താൻ വിഷമിക്കാൻ വേണ്ട. ഞാൻ ആലോചിച്ചത് അതല്ല സച്ചേട്ടാ. സന്ധ്യ ഡോക്ടർ 90% ഈ ട്രീറ്റ്മെന്റ് സക്സസ് ആവുമെന്ന് പറയുമ്പോഴും ബാക്കിയുള്ള 10%-ലാ എന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്. ഇപ്പൊ സച്ചേട്ടൻ പറഞ്ഞ പോലെ നമുക്കൊരു കാത്തിരിപ്പുണ്ട്. ഞാനും സച്ചേട്ടനും സന്ധ്യ ഡോക്ടറും വായിക്കുന്ന ആ 10% കണക്കില ഇനി മുന്നോട്ടുള്ള നമ്മുടെ ജീവിതമെങ്കിൽ ഈ ട്രീറ്റ്മെന്റോടുകൂടി നമ്മുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സച്ചേട്ടാ? ചിലപ്പോഴൊക്കെ ഈ ഒരു ആലോചന എന്നെ വല്ലാതെ തളർത്തുന്നുണ്ട്. അങ്ങനൊരു ഭയം എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാനായിട്ട് തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടെന്ന് കരുതി. താനും അങ്ങനെ തന്നെ തീരുമാനിക്കണം. എന്നിട്ട് ആ 90% തന്നെ വിശ്വസിക്കണം. വിശ്വാസം ഒരു പരിധിവരെ വിജയത്തിന് കാരണമാവുകയുള്ളൂ. നോക്ക്, അതുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കണ്ട. ബാക്കിയെല്ലാം മറന്ന് സന്ദീപിനെ ആദരിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ലൊരു പേര് കണ്ടുവയ്ക്കേ. നമ്മുടെ കുഞ്ഞിന് താൻ ഇടാൻ വെച്ചിരിക്കുന്ന പേര് പോലെ നല്ലൊരു പേര്. ദേ, നെല്ലിശ്ശേരിയിലെ ആദ്യത്തെ കുഞ്ഞ്. പേര് ഗംഭീരമാവണം. അർച്ചനയോട് നമ്മൾ സത്യം പറഞ്ഞിട്ടില്ല. അപ്പോ അർച്ചന അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റ് പറയാനും ആകില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.